ആരോഗ്യം സർവധനാൽ പ്രധാനം. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രാധാന്യം രോഗം വരാതിരിക്കുക എന്നുള്ളതാണല്ലോ. നല്ല ആരോഗ്യശീലങ്ങളാണ് ആയുർവേദം അനുശാസിക്കുന്ന ആഹാരം, വ്യായാമം, മതിയായ ഉറക്കം എന്നിവ. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമന്യേ ഇത്തരം ശീലങ്ങളിലേക്ക് മടങ്ങി വന്നാൽ തന്നെ ആരോഗ്യവും തിരിച്ചുവരും. രോഗത്തിന് ചികിത്സ എന്നതിനേക്കാൾ ഇന്ന് പ്രാധാന്യമേറിയത് രോഗപ്രതിരോധമാണ്. ഇത്തരം പ്രതിരോധ മാർഗങ്ങളിൽ ഊന്നിയുള്ള വിവിധ പദ്ധതികൾ കേരള സർക്കാർ ഗവൺമെൻറ് ആയുർവേദ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്നുണ്ട്. രോഗാതുരത പിടിപെടാതെയുള്ള നല്ലൊരു നാളേക്കായി ആയുഷ് ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ്റെ ഭാഗമാകുന്ന ഓരോരുത്തർക്കും ആശംസകൾ നേരുന്നു. നമസ്കാരം. കേരള സർക്കാർ ആയുഷ് വകുപ്പിൻ്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹെൽത്തി കേരള ക്യാമ്പയിൻ കൊല്ലം ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിലും വൻ ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുവാൻ സാധിച്ചു. ആയുർവേദത്തിലെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഉൾപ്പെടെ എല്ലാ വകുപ്പുതല പ്രവർത്തനങ്ങളും കൊല്ലം ജില്ലയിൽ വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കി വരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ആയുർവേദ രംഗത്തെ ഏക പാലിയേറ്റീവ് സെക്കൻഡറി കെയർ പ്രോജക്റ്റും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയുമായ ആയുർപാലിയം വഴി അനേകായിരം പേർക്ക് ആശ്വാസമാകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. രോഗപ്രതിരോധത്തിന് പ്രാധാന്യം നൽകി സമഗ്രമായ ആരോഗ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായ ഹെൽത്തി കേരള ക്യാമ്പയിൻ ഒരു വൻ വിജയമാക്കി തീർക്കാൻ പ്രയത്നിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കൊല്ലം പേരുകേട്ട ആയുർവേദ വൈദ്യന്മാരുടെ നാട്. തെക്കൻ കളരിമുറക്കാരുടെയും തേവലക്കര കണ്ണുവൈദ്യന്മാരുടെയും സ്വന്തം ദേശിംഗനാട്. അങ്ങനെ പണ്ടേ നേടിയെടുത്ത ആയുർവേദ പെരുമയ്ക്കുമേൽ മികവിൻ്റെ പുതിയൊരധ്യായം കൂടി എഴുതി ചേർക്കുകയാണ് ഭാരതീയ ചികിത്സാ വകുപ്പ്. ഒപ്പം നാഷണൽ ആയുഷ് മിഷനും നാഷണൽ ഹെൽത്ത് മിഷനും. ഇക്കഴിഞ്ഞ 5 വർഷം ആയുർവേദ മേഖല സാക്ഷ്യം വഹിച്ചത് കാലോചിതമായ ചില മാറ്റങ്ങൾക്കല്ല, മറിച്ച് കാലത്തെ അതിശയിപ്പിക്കുന്ന, കാൽപ്പനികം എന്നുപോലും തോന്നിപ്പിക്കുന്ന ചില ഭാവാന്തരങ്ങൾക്കാണ്. കെട്ടിലും മട്ടിലും ആകെ മാറിയിരിക്കുന്നു ആയുർവേദ ചികിത്സാലയങ്ങൾ. ഇന്ന് അവ പഴയ മരുന്ന് വിതരണ കേന്ദ്രങ്ങളല്ല, മറിച്ച് സമഗ്ര ആരോഗ്യമെന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ജനതയെ കൈപിടിച്ച് നടത്തുന്ന സ്വാസ്ഥ്യ കേന്ദ്രങ്ങളാണ്. ദൈനംദിന ഒപികൾക്ക് പുറമെ ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടെ നടക്കുന്ന നിരവധിയായ പദ്ധതികളിലൂടെ ആയുർവേദത്തിന്റെ സേവനം പരമാവധി ജനങ്ങളിലെത്തിക്കും. അവയിൽ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള വയോജന പദ്ധതിക്കും പ്രസവാനന്തര പരിചരണത്തിനുള്ള സൂതിക പരിചര്യ പദ്ധതിക്കും വലിയ സ്വീകാര്യതയാണ് ജില്ലയിൽ ലഭിക്കുന്നത്. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങളിലൂടെയും ആയുഷ് യോഗ ക്ലബ്ബുകളിലൂടെയും ഗ്രാമാന്തരങ്ങളിലെ ജനങ്ങൾ യോഗ പരിശീലനം നടത്തുന്നു. മുൻപ് ആശുപത്രികളിൽ മാത്രം ലഭ്യമായിരുന്ന പഞ്ചകർമ്മ ചികിത്സ ഇന്ന് ഡിസ്പെൻസറി തലത്തിലും ആയുർകർമ്മ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ജില്ലയിലെ 13 സ്ഥാപനങ്ങളാണ് ഗുണനിലവാരത്തിനുള്ള ദേശീയ അംഗീകാരമായ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ സ്വന്തമാക്കിയത്. കേന്ദ്ര ഗവൺമെന്റ് കായകൽപ പുരസ്കാരത്തിന് ജില്ലയിലെ നിരവധി സ്ഥാപനങ്ങൾ അർഹരായി. സംസ്ഥാന തലത്തിൽ നടന്ന മത്സരത്തിൽ ജില്ലാ ആശുപത്രികളിൽ കൊല്ലം ജില്ലാ ആയുർവേദ ആശുപത്രി 2ാം സ്ഥാനം നേടുകയും സംസ്ഥാനത്തെ മുഴുവൻ ആയുർവേദ ആശുപത്രികളും മാറ്റുരച്ച മത്സരത്തിൽ തലവൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി 3ാം സ്ഥാനം നേടുകയും ചെയ്തു. കരീപ്ര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ജില്ലാ തലത്തിൽ 1ാം സ്ഥാനത്തിന് അർഹമായി. സ്വാന്തന പരിചരണത്തിൽ ആയുർവേദത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ നടത്തുന്ന ആയുർപാലിയം. വ്യത്യസ്തതയുടെ വിരുന്നൊരുക്കിയാണ് ഓരോ ആയുർവേദ ദിനങ്ങളും കൊല്ലം ജില്ലയിൽ ആഘോഷിക്കപ്പെടുന്നത്. ആയുർവേദത്തിന്റെ പുതുതലമുറ വീറോടെ മത്സരിച്ച ശാസ്ത്ര സംവാദങ്ങൾ അക്കാദമിക തലത്തിൽ വേറിട്ടൊരു അനുഭവമായി. 71 വകുപ്പുകളിലെ ജീവനക്കാരും ജനപ്രതിനിധികളും പൊതുജനങ്ങളും പങ്കെടുത്ത 2025 ആയുർവേദ ദിനത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തിയും ശാസ്ത്രീയതയും അടിവരയിട്ടുറപ്പിച്ചത് ആയുർവേദക്കാരായിരുന്നില്ല, കേരളീയ
ശാസ്ത്രനഭസ്സിലെ എണ്ണം പറഞ്ഞ വ്യക്തിത്വങ്ങളായി. തമിഴ്നാട്ടിൽ പ്രചുര പ്രചാരത്തിലുള്ള സിദ്ധചികിത്സാ സമ്പ്രദായം കേരളത്തിൽ ഭാരതീയ ചികിത്സാ വകുപ്പിനൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി അനുധാവനം ചെയ്തിരുന്ന പ്രകൃതി ചികിത്സയും ഇന്ന് കൊല്ലം ജില്ലയിൽ ലഭ്യമാണ്. നേച്ചർ ക്യൂർ ഡിസ്പെൻസറി പുനലൂരിലൂടെ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ രോഗങ്ങളിൽ ആയുർവേദം നിർദ്ദേശിക്കുന്ന ആധികാരിക പ്രതിവിധിയാണ് ക്ഷാരസൂത്രം. ജില്ലയിലെ ഏറ്റവും മികച്ച ഏനോ റെക്ടൽ ക്ലിനിക് കൊല്ലം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്നു. തിരക്കേറിയ ആധുനിക ലോകത്തിന്റെ ഉപോൽപ്പന്നമാണ് മാനസിക സമ്മർദ്ദം. മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് പിന്തുണയുമായി ഹർഷം പദ്ധതിയും ഇൻപേഷ്യന്റ്, ഔട്ട്പേഷ്യന്റ് സേവനങ്ങളുമായി തലവൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും പ്രവർത്തിക്കുന്നു. ഏതൊരു ആധുനിക ആശുപത്രിയെയും വെല്ലുന്ന തരത്തിൽ പശ്ചാത്തല വികസനമൊരുക്കാൻ ഇന്ന് ആയുർവേദ ആശുപത്രികൾക്ക് കഴിയുന്നു. ആധുനിക ലബോറട്ടറി സംവിധാനങ്ങൾ, എക്സ്റേ യൂണിറ്റ്, ഫിസിയോതെറാപ്പി യൂണിറ്റ് എന്നിങ്ങനെ നിരവധി ആധുനിക സംവിധാനങ്ങൾ ഇന്ന് ആയുർവേദ ആശുപത്രികളിലും ലഭ്യമാണ്. നാളിതുവരെ പുലർത്തിയ മികവിനും കർമ്മോത്സുകതയ്ക്കും പാരിതോഷികമെന്ന വണ്ണം ഒരു മെഗാ പ്രോജക്ട് അണിയറയിൽ ഒരുങ്ങുകയാണ്. കൊട്ടാരക്കരയുടെ മണ്ണിൽ തെക്കൻ കേരളത്തിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് ആയുഷ് ഹോസ്പിറ്റൽ സ്ഥാപിതമാകുന്നു. പശ്ചാത്തല വികസനമില്ലാതെ പരിമിതികളിൽപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഭൂതകാലം നമുക്കുമുണ്ടായിരുന്നു. ജനങ്ങളും ജനപ്രതിനിധികളും ഭരണകർത്താക്കളും നൽകിയ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും മുന്നിലെത്തിയത്. ഇനിയുള്ള ദൂരം നമുക്കൊന്നിച്ചു നടക്കാം, നമുക്കൊന്നിച്ചു കുതിക്കാം. സമഗ്ര ആരോഗ്യമെന്ന സ്വപ്നത്തിലേക്ക്, ആരോഗ്യ കേരളം എന്ന യാഥാർത്ഥ്യത്തിലേക്ക്.